നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. അതാ ഞാൻ ഇങ്ങനെ ആവശ്യപ്പെടുന്നത്. ആന്റി വീണ്ടും അർത്ഥം വെച്ചിട്ടാണല്ലോ സംസാരിക്കുന്നത്. എന്താ ആന്റി ഇത്? ഞാൻ ഇത് മനഃപൂർവ്വം പറയുന്നതല്ല. എന്റെ ചിന്തകൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ. വേണ്ട ആന്റി, ഇത്തരം വാക്കുകൾ ആന്റി എന്നോട് പറയണ്ട. ഭാവനയുടെ കാര്യത്തിൽ ആന്റിക്ക് ഒരു ടെൻഷനും വേണ്ട. എന്റെ ജീവൻ നിലനിൽക്കുന്നിടത്തോളം കാലം ഭാവന എന്റെ ഒപ്പം തന്നെ കാണും. ആന്റി നോക്കിക്കോ, ഭാവനയുടെ എല്ലാ സ്വപ്നങ്ങളും നിറവേറ്റാൻ അവളോടൊപ്പം ഒരു നിഴലായി ഞാനും കൂടെ ഉണ്ടാവും. ഭാനു ഡോക്ടറാവും, ഭരത് സബ് ഇൻസ്പെക്ടറും ആവും. ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ ഭാവനയെ വേദനിപ്പിക്കില്ല ആന്റി. അതെന്റെ വാക്കാ. പിന്നെ എന്റെ അമ്മ, അക്കാര്യം എനിക്ക് വിട്ടേക്ക് ആന്റി. എന്റെ അമ്മയുടെ ഉള്ളിൽ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ രൂപത്തെ ഞാൻ തിരികെ കൊണ്ടുവരും. അതുവരെ ആന്റി സമാധാനപ്പെടും. ഇനിയിപ്പോ ഞാൻ ആന്റിക്ക് സത്യം ചെയ്തു തരാത്തതിന്റെ പേരിൽ ആന്റി വിഷമിക്കണ്ട. കൈത ആന്റി. ഒരിക്കലും ഭാവനെ ഞാൻ കൈവിടില്ല ആന്റി. ഇനി എന്തൊക്കെ പ്രശ്നം വന്നാലും ഞാൻ ജീവനോടുണ്ടെങ്കിൽ ഭാവന എന്നോടൊപ്പം ഉണ്ടാവും. ഇതെന്റെ വാക്ക്. ഇനി മറ്റെന്തെങ്കിലും ആന്റിക്ക് പറയാനുണ്ടോ? എന്തുണ്ടെങ്കിലും ആന്റി പറയണം. വേണ്ട, അമ്പാലിക ഭാമയെ കൊണ്ടൊന്നാക്കി തന്നു. സ്വരിമനോട് തൽക്കാലം പറയണ്ട. ആന്റി ഒന്നും പറഞ്ഞില്ല. വേറൊന്നുമില്ല മോനെ. എന്റെ മനസ്സിലുള്ളതെല്ലാം ഞാൻ മോനോട് പറഞ്ഞു. ആന്റി ധൈര്യമായിട്ടിരിക്കെ. അധികം വൈകാതെ നമ്മൾ എല്ലാരും സന്തോഷത്തോടെ തന്നെ ജീവിക്കും. ആന്റിയുടെ മനസ്സിവിടെ അല്ല, മറ്റെന്തോ പ്രശ്നമുണ്ട്. എന്താ ആന്റി? ഒന്നുമില്ല മോനെ. ഇനി മോൻ ചെല്ല. ഇവിടെ മറ്റാരും കാണണ്ട. ശരി ആന്റി. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഉണ്ടല്ലോ, ഭാവനെ വിട്ടിട്ട് ബാക്കി എല്ലാത്തിനും വിഷം കൊടുത്ത് ഞാനും കഴിച്ചാൽ അങ്ങനെയെങ്കിലും അവക്കൊരു കുടുംബജീവിതം കിട്ടുമല്ലോ. ഈശ്വര, ആദ്യമായിട്ടാ സ്വന്തം തൊഴിലിനോട് പോലും എനിക്ക് മടുപ്പ് തോന്നുന്നത്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ധ്രുവന്റെ കേസിൽ ഏത് നിമിഷവും പിടിക്കപ്പെടും. ഇപ്പോ ഭാമയും അമ്പാലിയും എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിരിക്കുന്നു. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒക്കെ അരുന്ധതിയും ഭരത്തും കാരണം സംഭവിച്ചതാ. അവനെന്താ ഇങ്ങനെ? എന്തിനാ അവൻ രാത്രിയിൽ അരുന്ധതിയെ തേടിപ്പോയത്? രണ്ടുപേരും കൂടി എന്തൊക്കെയോ എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ട്. എന്താവും അത്? ഭാമയെ വീട്ടിൽ കൊണ്ടാക്കാൻ ഒരു കാരണം കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു അമ്പാലിക ആന്റി. ഇനി ഒരിക്കൽ കൂടി ഭരത് അരുന്ധതിയെ തേടിപ്പോയാ ഭാമയെ വീട്ടിൽ കൊണ്ടാക്കുമെന്ന് ആന്റി പറഞ്ഞിരുന്നതുവാ. ഇപ്പോ അത് തന്നെ സംഭവിക്കുകയും ചെയ്തു. ഭാവന,
എന്താ കുറെ നേരമായല്ലോ ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്? എന്താ ഭാവന, എന്തേലും പ്രശ്നമുണ്ടോ? ഉണ്ട്. എന്താ? നിന്റെ ഈ ഇരിപ്പ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി കാര്യമായിട്ട് എന്തോ ഉണ്ടെന്ന്. ഭാമയെ അമ്പാലിക ആന്റി വീണ്ടും വീട്ടിൽ കൊണ്ടാക്കി. അതെന്താ? വീണ്ടും കാശ് വല്ലതും ചോദിച്ചോ? കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു തീർത്തതല്ലേ? ഇതൊന്നും അല്ലല്ലോ, ഇത് വേറൊരു വിഷയം. ഭരത്തും അരുന്ധതിയും തമ്മിലുള്ള വിഷയം. മനസ്സിലായില്ല. ഭരത്തിന് എന്ത് പറ്റി? അവൻ അങ്ങനെയുള്ള ഒരാളല്ലല്ലോ. അതാ എനിക്ക് മനസ്സിലാവാത്തെ. അവർക്കിടയിൽ മറ്റെന്തൊക്കെ പ്രശ്നമുണ്ട്, അതെന്താന്ന് പറയുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഈ കാരണത്തിന് എന്തിനാ ഭാമയെ അവർ വീട്ടിൽ കൊണ്ടാക്കുന്നത്? ഇതൊന്നും അല്ലല്ലേ. ആ ആന്റി എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു ഭാമയെ വീട്ടിൽ കൊണ്ടാക്കാൻ. സത്യം പറഞ്ഞ ഇതുപോലെയുള്ള ജന്മങ്ങളെ വേണം ലോകത്തിന്റെ മുന്നിൽ വലിച്ചു കയറി ഒട്ടിക്കാൻ. മുമ്പ് നീ വനിതാ സംഘടനയിൽ വെച്ചവരെ പൊളിച്ചടിക്കില്ല, അതിനൊരു തെറ്റുമില്ല. അത്രയും അവർക്ക് അത്യാവശ്യം തന്നെയാ. ആ സംഭവത്തിന്റെ ദേഷ്യം തന്നെയാ അവരിപ്പോഴും എന്നോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ നീ എന്ത് ചെയ്യാനാ തീരുമാനിച്ചേ? അഭി ബാംഗ്ലൂർ പോയിരിക്ക. ആദ്യം അവൻ വരട്ടെ. ഇനി ഇതങ്ങനെ വിട്ടാ പറ്റില്ല. അപ്പോ അഭിയില്ലാത്ത നേരം നോക്കിയ അവർ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത് അല്ലേ? അതെ. അഭിയോട് ആന്റിയുടെ ഒരു കളിയും നടക്കില്ല എന്നറിയാം. അതിരിക്കട്ടെ, മറ്റേ പിശാജ് അവിടെ ഉണ്ടോ? ശ്രീപ്രിയ. അതവിടെ ഒഴിയാബാധയായിട്ട് തന്നെ ഇവിടെ ഉണ്ട്. അവളാണ് ശരിക്കുള്ള ആളി. രണ്ടും കൽപ്പിച്ച അവളവിടെ നിൽക്കുന്നത്. അത് അവളുടെ സമയദോഷമാണെന്നേ ഞാൻ പറയൂ. അല്ലെങ്കിലും പണം കയ്യിലുള്ളവർക്കെല്ലാം ഇങ്ങനെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് എല്ലിന്റെ ഇടയിൽ കുത്തും. നീ ധൈര്യമായിട്ടിരിക്കെ. ആദ്യം അഭി വരട്ടെ. അതുവരെ അവള് വീട്ടിൽ തന്നെ നിൽക്കട്ടെ. സൂര്യ അറ്റൻഡേ. സൂര്യ. ഭാവന, നീ ഹോസ്പിറ്റലാണോ? അതെ. എന്താ? ഞാനിപ്പോ വീട്ടിൽ പോയിരുന്നു. എന്തു പറ്റി? ആന്റി അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞിട്ടാ പോയത്. ഭാവന, ആന്റിയുടെ സംസാരത്തിൽ എന്തോ ഒരു പന്തികേട് തോന്നുന്നു. അതെന്തു പറ്റി? സൂര്യ, അമ്മ എന്താ പറഞ്ഞേ? നാളെ ആരൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ലെന്നും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഞാൻ കൈവിടരുതെന്നും പറഞ്ഞ് എന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു. താൻ ആന്റി ഒന്ന് ശ്രദ്ധിച്ചോണം. എനിക്കെന്തോ മനസ്സിനൊരു വല്ലായ്മ പോലെ. പറ്റുമെങ്കിൽ താൻ ഇപ്പൊ തന്നെ ലീവ് എടുത്തിട്ട് പോവാൻ നോക്ക്. പറഞ്ഞത് കേട്ടോ? ഓക്കെ സൂര്യ, ഞാനിപ്പോ തന്നെ പൊയ്ക്കോളാം. ഓക്കെ, ഞാൻ വിളിച്ചോളാം. ഓക്കെ.